അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 3-ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ 7-ാമത്തെ അധ്യായം. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പഠിച്ചു. ഇൽഹാർ എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ആ നൂനിനെയും തൻവീനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇൽഹാർ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം തന്നെ വ്യക്തമാക്കുക. ഇവിടെ നമ്മൾ 7-ാമത്തെ അധ്യായം ഇൽഹാർ നൂന് സാക്കിന, അതിൻ്റെ ഒരു പാട്ടാണ് സാക്കിനായ നൂൻ. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അൽ വഹദത്തുർ സാബിയ 7-ാമത്തെ അധ്യായം ഇൽഹാർ നൂന് സാക്കിനായ നൂനിനെ എങ്ങനെ വ്യക്തമാക്കി ഉച്ചരിക്കാം, ഇൽഹാർ എങ്ങനെ ചെയ്യാം. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അൻഅംന, അൻഅംന, ഇവിടെ സാക്കിനായ നൂന് വന്നു, അതിൻ്റെ ശേഷം ഐന് വന്നു. ഐന് വന്നാൽ ഈ നൂനിനെ നമ്മൾ വ്യക്തമാക്കണം. അൻഅംന. അടുത്ത എക്സാമ്പിൾ യൻഹ, ഇവിടെയും സാക്കിനായ നൂന് വന്നു അല്ലേ, കാണുന്നില്ലേ? സാക്കിനായ നൂനിന് ശേഷം എന്ത് വന്നു? ഹാ വന്നു. ഹാ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതിന് ഇൽഹാർ എന്നാണ് നമ്മൾ തജ്വീദിൽ പറയാം. യൻഹ, യൻഹ. അടുത്ത ഉദാഹരണം അൽ അൻഹാറു, അൽ അൻഹാറു. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം ഹാ വന്നാൽ ഇവിടെ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അൽ അൻഹാറു, അൻഹാറു വ്യക്തമാക്കണം. അടുത്തത് യൻഹൗന, യൻഹൗന. ഇവിടെ നൂനിന് ശേഷം സാക്കിനായ നൂനിന് ശേഷം ഹാ വന്നു എഗെയിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. യൻഹൗന. വൽ മുൻഖനിഖതു, വൽ മുൻഖനിഖതു. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം ഹാ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇത് തന്നെയാണ് നമ്മൾ ഇതിന് മുന്നുള്ള 6-ാമത്തെ അധ്യായത്തിലും പഠിച്ചത്. അതിനൊന്നും പാടി ക്ലാരിഫൈ ചെയ്ത് നമ്മൾ പഠിക്കുകയാണ് ഈ അധ്യായത്തിൽ ചെയ്യുന്നത്. നോക്കാം. ഹംസ, ഹാ, ഐന്, ഹാ, ഖൈന്, ഖാ എന്നീ 6 ഹർഫുകൾക്ക് ഹുറൂഫുൽ ഹൽഖ് എന്ന് പറയുന്നു. അപ്പോൾ ഹുറൂഫുൽ ഹൽഖ് ഏതക്ഷരങ്ങളാണ്? ഈ പറയപ്പെടുന്ന 6 അക്ഷരങ്ങൾ ഹൽക്കിൽ നിന്ന്, നമ്മുടെ തൊണ്ടയിൽ നിന്ന്, അതായത് ഈ ഭാഗത്ത് മുതൽ ഈ ഭാഗം വരെ നമ്മൾ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾക്കാണ് ഹൽക്കിൻ്റെ ഹർഫുകൾ എന്ന് പറയുന്നത്. സാക്കിനായ നൂനിനെയോ തൻവീനിനെയോ ശേഷം, സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഇവയിൽ ഒന്ന് വന്നാൽ, ഈ 6 നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇൽഹാർ ചെയ്യണമെന്ന് നാം പഠിച്ചു. അതായിരുന്നു 6-ാമത്തെ അധ്യായം. ഇൽഹാർ എന്നായിരുന്നു അതിൻ്റെ പേര്. വ്യക്തമാക്കി ഉച്ചരിക്കണമെന്ന് നാം പഠിച്ചു. ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത്? സാക്കിനായ നൂനിന് ശേഷം ഹുറൂഫുൽ ഹൽഖ് വന്ന ഉദാഹരണങ്ങൾ താഴെ കൊടുക്കുന്നു. ഒന്നും പാടി വ്യക്തമാക്കിയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഹുറൂഫുൽ ഹൽഖ് വന്ന ചില ഉദാഹരണങ്ങൾ നമ്മൾ താഴെ കൊടുക്കുകയാണ്. അടിവരയിട്ട ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക. അപ്പോൾ പാരായണം ചെയ്യുന്നത് ശ്രദ്ധിക്കണം. വമൻ അദ്ലമു മിമ്മൻ മനാ മസാജിദല്ലാഹ്. വമൻ അദ്ലമു വ്യക്തമാക്കി. സാക്കിനായ നൂനിന് ശേഷം ഹംസ വന്നു. ഹംസ വന്നപ്പോൾ ഇതിനെ വമൻ വ്യക്തമാക്കി ഉച്ചരിക്കണം. നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം കേട്ടോ. അതിനാണ് നമ്മൾ ഇൽഹാർ എന്ന് പറയുക. അടുത്ത ഉദാഹരണം തദ്ഉ മൻ അദ്ബറ വതവല്ല. തദ്ഉ മൻ അദ്ബറ. മൻ സാക്കിനായ നൂന് വന്നു, അതിന് ശേഷം ഹംസ വന്നു. ഹംസ വന്നാൽ നിയമം എന്താണ്? ഇൽഹാർ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഏതിനെയാണ് വ്യക്തമാക്കേണ്ടത്? നൂനിനെയാണ് വ്യക്തമാക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇൽഹാറാണ് ഇവിടെ ചെയ്യേണ്ടത്. എന്താണ് കാരണം? മനസ്സിലായില്ലേ? ഇനി അടുത്ത ഉദാഹരണം ലഅഖദ്നാ മിൻഹു ബിൽയമീൻ. ലഅഖദ്നാ മിൻഹു സാക്കിനായ നൂന് വന്നു, അതിന് ശേഷം ഹാ വന്നു. ഹാ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. അപ്പോൾ ഈ ഇൽഹാർ ചെയ്യുന്ന പറഞ്ഞാൽ നൂനെ വ്യക്തമാക്കി മിൻഹു, മിൻഹു, മിൻഹു വ്യക്തമാക്കി ഉച്ചരിക്കണം. അടുത്തത് അമ്മൻ ഹാദല്ലദീ. ഇവിടെയും അമ്മൻ നൂന് വന്നു, സാക്കിനായ നൂന് വന്നു, അതിന് ശേഷം ഹാ വന്നു. അപ്പോൾ നമ്മൾ നൂനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതിനെന്താ പറയുക? ഇൽഹാർ എന്ന് പറയും. അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. അടുത്ത എക്സാമ്പിൾ വലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹ്. അവിടെ മിൻ ഇൻദില്ലാഹ്. വലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹ്. മിൻ സാക്കിനായ നൂനിന് ശേഷം ഐന് വന്നു. ഐന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പഠിച്ചു? ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കി ഉച്ചരിക്കണം. എന്തിനാണ് വ്യക്തമാക്കേണ്ടത്? നൂനിനെ വ്യക്തമാക്കണം. മിൻ ഇൻദില്ലാഹ്. അടുത്ത് തുസ്ഖാ മിൻ ഐനിൻ ആനിയ.
തുസ്കോ മിൻ ഐനിൻ. സാക്കിനായ നൂന് ശേഷം എഗെയിൻ ഐന് വന്നു. ഐന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതിനെന്താ പറയുക? ഇദ്ഹാർ. ഇപ്പോൾ സാക്കിനായ നൂനിന് ശേഷമാണ് ഈ ഒരു ഇദ്ഹാർ വന്നിട്ടുള്ളത്. അടുത്ത ഉദാഹരണം, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വയർസുഖുഹു മിൻ ഹൈസു. സാക്കിനായ നൂനിന് ശേഷം ഹ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. മിൻ ഹൈസു, മിൻ വ്യക്തമാക്കി ഉച്ചരിക്കുക. അടുത്തത്, ദുർരിയത മൻ ഹമൽന മഅ നൂഹ്. മൻ ഹമൽന, ഇവിടെ ഏതാണ് വിഷയമുള്ളത്? സാക്കിനായ നൂനിന് ശേഷം ഹ വന്നു. അപ്പോൾ നമ്മൾ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതിന് നമ്മൾ എന്താ പറയുക? ഇദ്ഹാർ എന്ന് പറയും. നമുക്കറിയാം. ഇനി എക്സാമിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യങ്ങൾ വന്നാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം കേട്ടോ. അടുത്തത്, വല ത്വആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ. ത്വആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ. മിൻ സാക്കിനായ നൂനിന് ശേഷം ഗൈന് വന്നു. ഗൈന് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നൂനിനെ വ്യക്താക്കണം. മിൻ ഗിസ്ലീൻ എന്ന് പറയണം. നൂനിനെ വ്യക്താക്കണം. അടുത്തത്, നുസുലം മിൻ ഗഫൂരിർ റഹീം. നുസുലൻ മിൻ. മിൻ സാക്കിനായ നൂനിന് ശേഷം ഗൈന് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഹാർ എന്ന് പറയും. ഇവിടെ സാക്കിനായ നൂനാണ്. സാക്കിനായ നൂനുള്ള സ്ഥലത്ത് ഇദ്ഹാർ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഉദാഹരണങ്ങളിലൂടെ നോക്കുന്നത്. അടുത്തത്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. മൻ ഖലഖ സാക്കിനായ നൂനിന് ശേഷം ഖാ വന്നു. ഖാ വന്നാൽ എന്ത് ചെയ്യണം? ഇദ്ഹാർ ചെയ്യണം. വ്യക്തമാക്കി ഉച്ചരിക്കണം. എന്തിനാണ് വ്യക്തമാക്കേണ്ടത്? നൂനിനാണ് വ്യക്തമാണ്. മൻ ഖലഖ, നൂനിനെ വ്യക്തമാക്കി ഉച്ചരിച്ചു. അടുത്തത്, ذلك لمن خشي ربه. ലിമൻ സാക്കിനായ നൂനിന് ശേഷം ഖാ വന്നു. എന്ത് ചെയ്യണം? നൂനിനെ വ്യക്തമാക്കണം. അതിനെന്താ പേര് പറയാ? ഇദ്ഹാർ എന്ന് പറയും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ആക്ടിവിറ്റീസുകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ഫഹ്മ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.